ലൈംഗിക പീഡന പരാതിയിൽ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർ പ്രശോഭ് സി വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതിക്രമിച്ച് കയറി താമസ സ്ഥലത്ത് വെച്ചും പിന്നീട് കാറിൽ വെച്ചും പീഡിപ്പിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു യുവതിയുടെ പരാതി. ഷാരിഖ് നവാസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷാരിഖ്, നിർണായകമായ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കൂടിയാണ് ഈ പാലക്കാട്ടെ ഈ കോൺഗ്രസ് കൌൺസിലർക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ആരോപണം വരുന്നത്. മാത്രമല്ല, പ്രശോഭ് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? വർഷ ഇന്ന് രാവിലെ മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതിയാണ് ഈ പ്രശോഭ് സി വത്സൻ, അതായത് പാലക്കാട് നഗരസഭ കോൺഗ്രസ് കൌൺസിലർ പ്രശോഭ് സി വത്സൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുക. ഈ കേസിലെ വിശദമായ വാദം ഇന്ന് കോടതി കേൾക്കും. ഇതിനുശേഷമായിരിക്കും ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുക. എന്നാൽ മുൻകൂർ ജാമ്യം തീർത്തും തള്ളാനായിരിക്കും സാധ്യത. കാരണം ഈ യുവതി നൽകിയ പരാതിയിൽ SC/ST വകുപ്പ് SC/ST അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ഇത്തരം വകുപ്പുകൾ ചുമത്തിയാൽ ജാമ്യമില്ലാ വകുപ്പാണ്. അതിനാൽ ഈ ഹർജി തീർത്തും തള്ളാനാണ് ഇന്ന് കോടതിയുടെ സാധ്യത. അതിനാൽ പ്രശോഭ് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. കാരണം പോലീസ് ഇയാൾക്കായി വലവിരിച്ച് തേടുന്നുണ്ടെങ്കിലും പ്രശോഭ് ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. ഈ പ്രശോഭിന് വേണ്ടി അതായത് തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോലീസ് ഊർജിതമായി തിരച്ചിൽ നടത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും പ്രശോഭിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് കഴിഞ്ഞ ആഴ്ചയാണ് ദളിത് യുവതി പ്രശോഭ് സി വത്സൻ ജോലി വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി തന്നെ പീഡിപ്പിച്ചു എന്ന്, അത് ഭീഷണിപ്പെടുത്തി തന്നെ പീഡിപ്പിച്ചു എന്നുള്ള പരാതി പാലക്കാട് ടൗൺ സൗത്ത് പോലീസിൽ നൽകിയത്. ഇതേ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കി. അത്തരത്തിൽ ഇപ്പോഴും പ്രശോഭിന്റെ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വരുന്ന, അതായത് ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് കടക്കാനുള്ള. ഈ സമയത്തും ഈ പ്രശോഭിൽ ഇത്തരം കേസുകൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസിനെ വലിയ ക്ഷീണമാക്കിയിരിക്കുകയാണ്. വർഷം തീർച്ചയായും നിർണായകമായ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്ന ഈ ആരോപണങ്ങൾ കോൺഗ്രസിനെ ഷാരിഖ് പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല SC/ST വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.